தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ നോർമലി ഷൂട്ടിന് ആൾക്കാരെ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ സിഒ അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെ എന്നാ ലൈഫിടാ, എന്നാ വാഴ്ക്കടാ, വാഴ്ക്കണ്ണ ഇപ്പിടി ഇറുക്കണം എപ്പിടി ഇപ്പിടി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മല്ലു ചേട്ടി മുകേഷ് എം നായർ എല്ലാവർക്കും അറിയാമല്ലോ. ഫുഡ് ബ്ലോഗറാണ്, അതുപോലെ ഒരു ബിസിനസ് മാൻ ആണ്. അങ്ങനെ കുറെ അധികം സ്പെഷ്യാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. മല്ലു ജെ ഡി എന്ന് പറയുന്നത്, ജെ ഡി മറ്റേ മാസ്റ്റർ സിനിമയിലെ ജെ ഡി അല്ല, ആ ജെ ഡി അല്ല. ഈ ജെ ഡി അത് ജെ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിക്കുന്ന സാധനം ജെ ഡി ആണ്. ആ ജെ ഡി അടിച്ചടിച്ച് മല്ലു ജെ ഡി എന്നുള്ള ഒരു പേര് എന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളമടിയിൽ വീരൻ. ഓഹോ, ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ തന്നു കഴിഞ്ഞാൽ വർണ്ണിച്ച് എവിടെ പോകുന്ന അറിയത്തില്ല. ഇങ്ങനെ ഒരു പേര് കിട്ടാനുണ്ടായ കാരണം ജെ ഡി അടി തന്നെയാണ്. ജാറ്റാനിയൽ ആ ഒരു സാധനം അടിച്ചടിച്ച് തന്നെയാണ് ജെ ഡി എന്ന പേര് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ് വിശേഷിപ്പിച്ച് 10 നല്ല കാര്യം പറയാനല്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്ന. എന്തായാലും റീസെന്റ് ആ ഒരു വാലന്റൈൻസ് ഡേ സമയത്ത് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീൽ അങ്ങോട്ട് കയറി വൈറലായി. എന്നാൽ അതിൽ മൈനർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ. ആ ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇപ്പൊ ആകെ മൊത്തം വള്ളിയും ചെള്ളിയായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയും കൊണ്ടിട്ട് അവരാധം റീലും എടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വകുപ്പ് വേറെയാണ്. ആ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണ് ആ റീൽ എടുത്തെങ്കിൽ കൂടി വകുപ്പ് വേറെയാണ്. പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട്. ആ വിഷയത്തിലോട്ട് ഞാൻ വരാം. എന്തായാലും റീൽ ഐശ്വര്യമായിട്ടൊന്ന് കണ്ട് നമുക്ക് ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടി തുടങ്ങാം. நீங்களாம் புண்ணியம் தேடி காசிக்கு போனா இந்த உலகத்திலே பெரிய ஆளுங்கப்பா. நான் உன் வழிக்கு இனிமே வராம இருக்க ஒரு கண்டிஷன். அண்ணே, அது என்ன கண்டிஷன் அண்ணே? ചുറ്റും പെൺപിള്ളേരൊക്കെ ഇരുത്തി അങ്ങോട്ട് അടിപൊളിയായിട്ട് റീലൊക്കെ എടുത്ത് അറമാദിക്കുക തന്നെ. മല്ലു അണ്ണ, ജേടി അണ്ണ, നിങ്ങൾ വേറെ ലെവല് തന്നെ. ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യം. എന്തായാലും ഈ ഭാഗ്യം അഭാഗ്യമായി മാറുകയാണ് നമ്മുടെ മല്ലു ചാടൊക്കെ. മല്ലു ചാട്ടി ഊഫലും കഞ്ഞിയാകുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട്. റിവ്യൻ ഫുഡി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാർത്തിക് രംഗത്ത് വന്നിട്ട് മല്ലു ചേടിക്കിട്ട് ഒരു പണി കൊടുത്തിട്ടുണ്ട്. പണി കൊടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ പണ്ടേ ഒരു കശപിശൊക്കെ വകുപ്പുണ്ട്. അതുകൊണ്ട് കൊടുത്ത പണിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതിലൊരു കുട്ടി മൈനറാണ്. മൈനർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ അപരാധ റീൽ എടുത്തതും പിന്നെ ആ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം അങ്ങേര് ആ പെൺകുട്ടിയെ എടുത്ത് മടിയിലിരിക്കാനും അവിടെ പിടിക്കാനും ഒക്കെ പറഞ്ഞും കൊണ്ടാണ് ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തം ആകെ വള്ളിയും ചെള്ളിയായി മൂഞ്ചിയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ മല്ലു ചേടി. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ട്രിവിയൻ ഫുഡി പറയുന്നത് കേൾക്കാൻ. ട്രിവിയൻ ഫുഡി പഴയ ഒരു സാധനം വൈരാഗ്യം തീർത്ത പോലെയാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. നോക്കാം. കള്ളക്കേസുകളുടെയും ഗുണ്ടകളുടെയും ഒരു നീണ്ട എൻകൗണ്ടർ പരമ്പര ഇനി എന്റെ ലൈഫിൽ നടക്കുമെന്ന് എനിക്കറിയാം. അത് അറിഞ്ഞിട്ട് തന്നെയാണ് മുകേഷ് നായർ എന്ന് പറയുന്ന ഈ നാറിക്കെതിരെ ഞാൻ വീഡിയോ ഇടുന്നത്. ഹലോ ഗൈസ്, കാർത്തിക്കാണ്. വളരെ ലൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കേട്ടോ. എവന്റെ കാര്യം കേൾക്കാൻ താല്പര്യമില്ലാത്തൊരു ഈ വീഡിയോ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്തോളൂ. 15 വയസ്സുള്ള ഒരു പെൺകുച്ചിനെ വെച്ചുകൊണ്ട് അണ്ണൻ വാലന്റൈൻസ് ഡേക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീൽ കണ്ടന്റ് കാണുന്നവർക്ക് മനസ്സിലാവും അൺറേജ്ഡ് ആയിട്ടുള്ള ഒരു ആളിനെ, അത് പയ്യനായാലും പെൺകുച്ചാണെന്നുണ്ടെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അണ്ണൻ ആ വീഡിയോയിൽ വലിച്ചു വിടുന്ന ഒരു സംഭവമുണ്ട്. ഏന്നറിയാമോ? മറ്റേ ഇ സിഗരറ്റ്. അത് ഇന്ത്യയിൽ നിരോധിച്ച സംഭവമാണ്. അത് ഉപയോഗിക്കാൻ പാടില്ല. ആ സാധനം ഉൾപ്പെടെ അണ്ണൻ ഉപയോഗിച്ച് ഈ പെൺകൊച്ചിനല്ല, ഒരുപാട് പെൺപിള്ളേരുണ്ട്. അതിൽ പ്രസ്തുത പെൺകുട്ടിക്ക് 18 വയസ്സിന് താഴെ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി പെൺകൊച്ചിനെ വീട്ടുകാരും പറയുന്നത് അവരുടെയൊക്കെ അറിവോടുകൂടിയാണ് അണ്ണനോട് അഭിനയിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോലീസിന് സ്വമേധ കേസെടുക്കാം. മനസ്സിലായോ? വീട്ടുകാരുടെ അറിവോടുകൂടിയാണ് പെൺകൊച്ച് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കെതിരെയും പോലീസ് കേസെടുക്കും. ഈ വീഡിയോ ചെയ്ത ക്യാമറാമാനെതിരെയും പോലീസ് കേസെടുക്കാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. മൈനറായ ഒരു പെൺകുട്ടി ആ വിഷയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ, ആ റീലിൽ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എതിരെ കേസെടുക്കാം. വീട്ടുകാർക്കെതിരെ. ഈ വീട്ടുകാരെ കേസ് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ, ഏതാണ് ആ പെൺകുട്ടി, ആരോ ആയിക്കോട്ടെ, പക്ഷെ വീട്ടുകാരെടുത്ത് പറയാനുള്ള, നിങ്ങളുടെ മക്കളെ മോഡലിംഗ് ആവാൻ, ആക്ട്രസ് ആവാൻ എന്തിനു വേണോ വിട്ടോ. പക്ഷെ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ മകളെന്ന ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഷൂട്ടിനും കാര്യങ്ങൾക്കും വിടുമ്പോൾ എന്ത് ചെയ്യണം? സാമാന്യ ബോധമുള്ള പാരന്റ്സ് അങ്ങോട്ട് കൂടെ പോണം. അല്ലാണ്ട് വല്ല അപരാധങ്ങളുടെ ഇടയിലും കൊണ്ട് വിട്ടിട്ട് പിന്നെ കൈയും കാലൂട്ട് അടിക്കുന്ന അപ്പനും അമ്മയും ആകാൻ നിൽക്കരുത്. ഇവരുടെ ഫാമിലിയെ പറ്റിയിട്ടൊന്നും എനിക്കറിയത്തില്ല, അപ്പനും അമ്മ ഉണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മക്കളെ അപരാധിക്കാനായിട്ട് ഇറക്കി വിടരുത്.
കേട്ടോ. മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി ഷൂട്ടിന് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കൂടെ പോകാനുള്ള ഒരു ബോധം കാണിക്കണം. ഇവിടെ മാതാപിതാക്കൾ ഞാൻ ഒന്നും പറയണില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ ഞാൻ വല്ലതും വിളിച്ച് പറയും. എനിക്ക് അത്രയ്ക്ക് പൊട്ടി വരും. ഇത് ഒരുമാതിരി മറ്റേടുത്ത പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ട്രിവിയൻ ഫുഡ് ഇറങ്ങി നിൽക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നത് മല്ലു ജെഡിക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. അല്ലാതെ വേറെ എനിക്ക് തോന്നുന്നില്ല. എന്തോ അങ്ങനെ എന്തായാലും പണി കൊടുക്കാനെല്ലാം ഇറങ്ങി നിൽക്കുമ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള കേസാണെങ്കിൽ ആ കേസ് കാര്യങ്ങളൊക്കെ എടുക്കണം. അത് മല്ലു ജെഡിക്ക് എതിരെ ആയാലും ഈ കുട്ടിയുടെ പാരന്റ്സിനെതിരെ ആയാലും ഈ പറഞ്ഞ പോലെ ക്യാമറമാനെതിരെ ആയാലും ആർക്കെതിരെ ആയാലും ആ കേസ് എടുക്കേണ്ടതാണെങ്കിൽ എടുക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് പാരന്റ്സിനെതിരെ ആദ്യം എടുക്കണം. അതാണ് ഒരു നിലപാട്. അതിന്റെ റീസൺ വേറൊന്നുമല്ല, ഈ പിള്ളേരെ തോന്നിവാസം പോലെ അഴിച്ചുവിടുന്ന പാരന്റ്സിനെയാണ് ആദ്യം പിടിച്ച് മടൽ പെട്ടി അടിക്കേണ്ടത്. എന്തായാലും ട്രിവിയൻ ബാക്കി പറഞ്ഞാട്ടെ. പിടിപാടാം. പണ്ട് അതായത് കഴിഞ്ഞ ഓണത്തിന് അണ്ണൻ എനിക്കൊരു കേസ് കൊടുത്തു. അണ്ണന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകൊച്ചിനെ വെച്ചിട്ട് ഒരു പെണ്ണ് കേസാണ് കൊടുത്തത്. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് പോയി. ഫ്രണ്ട് വക്കീലാണ്, പ്രേം സായി. ഞാനുമായിട്ട് സ്റ്റേഷനിൽ പോയി കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർ വിളിപ്പിച്ചതിന്റെ പേരിലാണ് പോയത്. അന്വേഷിച്ചപ്പോഴും നമുക്ക് മനസ്സിലായത് കള്ളക്കേസാണോ. അപ്പൊ നമ്മൾ ആ സ്റ്റേഷനിൽ എസ് ഐയോട് പറഞ്ഞു, സാർ കേസ് എടുത്തോളൂ, നമ്മളത് കോടതിയിൽ വാദിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ ആ പുള്ളി എസ് ഐ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? മുകേഷ് നായരെ എന്റെ കൂടെ കോളേജിൽ പഠിച്ചാണ്, അവൻ എന്റെ സുഹൃത്താണ്. കാർത്തിക് മുകേഷ് നായരെ വിളിച്ചിട്ട് ഈ കേസ് സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ഞാൻ മുകേഷിനെ വിളിച്ച് മാപ്പ് പറഞ്ഞാൽ ഈ കേസ് പിൻവലിക്കും, എന്തിനു വെറുതെ നൂലിലൂടെയൊക്കെ പോകണമെന്ന് ചോദിച്ചു. മുകേഷ് നായരെ ടിക്ടോക്ക് ബാനായ സമയത്ത് എവിടെ നിന്നൊക്കെയോ എന്റെ നമ്പർ തപ്പി പിടിച്ച് എന്റെ സഹായം വേണമെന്ന് പറഞ്ഞ് എന്റെ സഹായത്തിൽ സോഷ്യൽ മീഡിയയിൽ വളർന്നെടുത്തനാണ് നീ. ഓക്കെ, ആ ഗ്രോത്തിൽ തന്നെ നീ ഒരുപാട് ഹോട്ടൽ ഓണേഴ്സിനെ പറ്റിച്ചു. 3-3.5 കോടി രൂപയുടെ അഴിമതി ഉൾപ്പെടെ നീ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നീ കാണിച്ചിട്ടുള്ള സകല ഫ്രോഡ് പരിപാടികളും എണ്ണിക്കഴിഞ്ഞാൽ ഈ ആയുസൊന്നും തീരത്തില്ല. ഒറ്റ കാര്യം പറയുള്ളൂ, നീ എനിക്കെതിരെ പല പരിപാടികളായിട്ട് വരുമെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ പേടിയില്ല. ഈ ഒരു വർത്തമാനത്തിൽ നിന്നും വ്യക്തമാണ് ഇവർ തമ്മിൽ പഴയ ഒരു കോർപ്പുണ്ട്. അതിന്റെ ഒരു വൈരാഗ്യ ഉള്ളിൽ കിടപ്പുണ്ട്. അത് തീർക്കുന്നത് പോലെയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. സമയം കിട്ടിയപ്പോൾ നോക്കിയിരുന്ന് അടിച്ചു. ട്രിവിനെ തെറ്റൊന്നും പറയത്തില്ല. ഞാനായാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യും. കിട്ടുന്ന ഗ്യാപ്പിൽ നോക്കി അടിയും. സ്വാഭാവികം മാത്രമാണ്. അതിൽ ഞാൻ ട്രിവിനെ തെറ്റ് പറയത്തില്ല. പക്ഷെ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ ഇങ്ങനെ തുറന്നു വിട്ട മാതാപിതാക്കൾ ആദ്യം മടൽ വെട്ടിയടിക്കണം. ട്രിവിനെ അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനേക്ക് ആദ്യം മടൽ വെട്ടിയടിക്കണം. 18 വയസ്സ് പോലും തികയാത്ത മോഡലിംഗ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിനൊക്കെ വിടുക എന്ന് പറഞ്ഞാൽ അത് ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആ പെൺകൊച്ചിന് മോശം അനുഭവം ഉണ്ടായെന്നും പറയുന്നുണ്ട്. ട്രിവിയൻ വേറൊരു കേസ് പറയുന്നുണ്ടായിരുന്നു. ഈ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ കൂട്ടിക്കൊടുക്കുന്ന ഒരുത്തനുണ്ടെന്ന് ഈ മല്ലു ജെഡിക്ക്. അത് ഞാനൊരു ക്ലിപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മറ്റവനാ പോസ്കോ മച്ചാൻ. ആ മച്ചാനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ആ മച്ചാനാണ് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ടിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രിവിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തേടെ നിനക്കൊക്കെ നിന്റെയൊക്കെ പ്രായത്തിനൊത്ത സാധനങ്ങളെ നോക്കിയാ പോരെ? കൊച്ചു പിള്ളേരെ പറ്റുന്നുള്ളൂ. കിഴപ്പന്മാരല്ല. അതിന്റെ എന്ത് പറയാം. ഷൂട്ടിന്റെ ഇടയില് ഈ ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് എന്നെ പിടിച്ചിട്ട് അഞ്ച് എന്താണ് എന്ത് പറഞ്ഞത്, നീ ജസ്റ്റ് ഫ്രണ്ടിൽ ഇരുന്നാൽ മതി, എന്നോട് പറഞ്ഞു മോണിൽ പറഞ്ഞു. എന്നിട്ട് എവളൊരു ടൈമില് അവൾ ഇരുന്ന സ്ഥലത്ത് അയാളുടെ നെഞ്ചിൽ കിടക്കുന്ന ചേട്ടൻ ആ വീട്ടിൽ കാണാമല്ലോ, ആ സ്ഥലത്ത് കൊണ്ട് എന്നെ ഇരുത്തിയിട്ട് ഇയാള് അത്യാവശ്യം നല്ല ബേഡ് ടച്ച് ഉണ്ടായിരുന്നു ചേട്ടാ. ഒപ്പണായിട്ട് പറയാം, ബേഡ് ടച്ച് ചെയ്തു. ഇയാള് ഹിപ്പ് കയറി പിടിക്കുകയായിരുന്നു. മല്ലു ജെഡ്ഡി ബാക്ക് ടച്ച് ചെയ്ത് എന്നാണ് ഇവിടെ പറയുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഈ കേസ് കോംപ്രമൈസ് ആയി പോവാതിരുന്നാ കൊള്ളാം കേട്ടോ. അല്ലാണ്ട് അവൻ എന്നെ ഉപദ്രവിച്ച് മറ്റു ചെയ്ത് മറിച്ച് ചെയ്തെന്ന് പറഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് എല്ലാം കൂടി കോംപ്രമൈസിൽ ഒതുക്കി വിടുന്ന ഒരു വകുപ്പാകരുത്. അങ്ങനെ ആയാണ് ചരിത്രം, അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ആവാതിരിക്കട്ടെ. ഇനി ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഉണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ നോർമലി ഷൂട്ടിന് ആൾക്കാരെ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ CEO അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു പൂൾ സൈഡിലെ ഷൂട്ടാണ്, മുകേഷ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടിയിൽ എൻ്റെ പേര് കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടുത്തെ പറയുകയും ചെയ്തു ഇറങ്ങിപ്പോകുന്ന ആർക്കും ഫോട്ടോസോ പിക്കൊന്നും തരത്തില്ല എന്നുള്ള കാര്യം. പിന്നെ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ഈ ആള് ബെഡിൽ കിടക്കുവാണല്ലോ, അപ്പം ആളുടെ കാലിന്റെ മേളിൽ കിടക്കാൻ പറഞ്ഞത്. നല്ല ഷൂട്ടാ, ഫോട്ടോസും കാര്യങ്ങളൊന്നും തരൂലെന്ന് പറഞ്ഞെന്ന്. അതുകൊണ്ട് മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം സീരിയസിൽ പറയാൻ, പിള്ളേരെ വല്ല ഷൂട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പോകുന്നുണ്ടല്ലോ, മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെയും കൂടിയൊക്കെ വിളിച്ചുകൊണ്ട് പോവുക. അല്ലാതെ വല്ലവൻ്റെയൊക്കെ ഇടയിൽ പോയി പെട്ട് വല്ലതൊക്കെ സംഭവിച്ചതിന് ശേഷം കൈയും കാലും ഇട്ട് അടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ കാലം അങ്ങനെയാണ്. അത് സ്വയമേ ഒന്ന് മനസ്സിലാക്കുക. കൊച്ചു പിള്ളേരായാലും വലിയ പിള്ളേരായാലും എന്തെങ്കിലും ഷൂട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വിടരുത്. നീ പോയിട്ട് വാ മോളെ, മോനായാലും അതുപോലെ തന്നെ നീ പോയിട്ട് വാ മോനെ. മോന്മാരെ പിടിപ്പിക്കപ്പെടുന്ന കാലമാണ് ഇത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇനി ഇങ്ങനൊരു വിഷയം നടന്നപ്പോൾ മുകേഷ് നായറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്
ആക്ട്രസ് പ്രാർത്ഥനയും പിന്നെ ഒരു മോഡലിംഗ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കള്ളമാണ്, ഇതെല്ലാം കപടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മുടെ കയ്യിൽ തെളിവുണ്ട് ഈ കുട്ടി കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയാണ് എന്നുള്ളതല്ലേ. അപ്പൊ പൊതുവേ ഈ അമ്മ ഇങ്ങനെ കുട്ടിയെ കൊണ്ട് നടക്കുന്നതിൽ പൊതുവേ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ എന്തിനാണ് ഈ കുട്ടീനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു റീല് ചെയ്യാൻ വേണ്ടിട്ട് വിളിച്ചു, വന്നു, ചെയ്തിട്ട് പോയി. പുള്ളിയുടെ ജാതകം എന്താണ്, വയസ്സെന്താണ്, വീട്ടിലാരുണ്ടെന്ന് ചെയ്യാറില്ല, അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ കുറച്ചു ദിവസം അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കും, ഇതിവിടെ തീരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. നാറ്റം ആർക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ JD അണ്ണന് തന്നെയാണ്. പിന്നെ അവന് വേറെ വിഷയമില്ലാത്തതുകൊണ്ട് വീണ്ടും അടുത്ത് കണ്ടിന്യൂ ചെയ്യും. ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ ഉള്ള കാര്യം പറയും, ഒന്നും തേങ്ങയെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവര് വന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ കൊച്ചാണ്, അമ്മയാണ് കൂടെ കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വേണ്ട ഇത്? എങ്ങനെയൊക്കെയാണ് സംഭവമെങ്കിൽ വെച്ചായിരിക്കുന്നത്. ഇനി മല്ലു JD അണ്ണൻ തന്നെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കുട്ടിയെ പറ്റിയിട്ട്, ഈ കുട്ടി അയച്ചിട്ടുള്ള റോയ്സിനെ പറ്റിയിട്ട്. കേട്ടോ? അയ്യോ അല്ല, പ്രശ്നമല്ല ഇത്. ഇവര് മനഃപൂർവ്വം കാണിക്കുന്നതാ, അല്ലാതെ എനിക്ക് എന്റെ അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ആക്ച്വലി മനഃപൂർവ്വം കാണിക്കുന്നത്. എൻ്റെ അച്ഛനെ എനിക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, ഞാൻ ഉറക്കരുത്. പഞ്ചേച്ചി പറഞ്ഞിട്ട് എണീറ്റ് തന്നെ, ഒരു പ്രശ്നമില്ല. അവർക്ക് മേ ബി വീഡിയോ കണ്ടിട്ട് കൊണ്ടാണ്, അതുകൊണ്ട് കാണിക്കുന്നതാ. ഈ പോസ്റ്റ് മല്ലു JD ഇട്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് സെൻഡ് മീ ഓൺ February 14 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് വാലന്റൈൻസ് ഡേയുടെ അന്ന് ആ റീൽ ഇറങ്ങിയ ദിവസമാണ് ഈ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഈ റീൽ കണ്ടപ്പോൾ പാരന്റ്സ് എന്തോ പറഞ്ഞു, അതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതല്ല മറ്റേ സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെളിവാരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. മല്ലു JDക്കെതിരെ ആ പെൺകുട്ടിയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചിട്ടുണ്ട്. കൊടുപ്പിച്ച ആള് ട്രിവ്യനാണ്. ട്രിവ്യൻ ഈ സമയം നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്, പക പോകുകയാണ്. എന്തായാലും കൊള്ളാം, നമുക്ക് അതൊന്നും കണ്ടുപോകാം. ഒരു അൺഫെയർ മാത്രം ഇട്ടിട്ടായിരുന്നു റൂമിലോട്ട് കയറി വന്നത്. സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് ഹൗസ് ആയിട്ടില്ലേ, അതുപോലെ തന്നെ റീച്ച് ഉണ്ടാക്കി തരാം, ഫെയിം ഉണ്ടാക്കി തരാം, ഫോളോവേഴ്സിനെ കൂട്ടി തരാം, കാശ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്ന മോഡലിംഗ് കമ്പനികൾ എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, റോങ് ആയിട്ടുള്ള അവിടെ ഇവിടെയും പൊട്ടി മുളിക്കുന്ന പുതിയ പുതിയ സംഭവങ്ങളുണ്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാവരും അല്ല, ചിലർ പിമ്പായിട്ട്, അതായത് ഗേൾസ് പലവന്മാർക്കും കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഈ സത്യം തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ നേരിടാൻ വില്ലിങ്ങാണ്. പക്ഷേ ഇതാണ് സത്യം, ഇത് മനസ്സിലാക്കുക. ഇന്നലെ ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് ആ വീഡിയോ ഞാൻ മെൻഷൻ ചെയ്തില്ലായിരുന്നു ഒരു 15 വയസ്സുകാരി മിസ്യൂസ് ചെയ്യപ്പെട്ട കാര്യം. ആ മകൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇത് സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി അറിയത്തില്ലായിരുന്നു. അവൾക്കൊരു ലീഗൽ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ആ മകളുമായിട്ട് ഞാനിന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള തെക്കാടുള്ള സൈബർ ക്രൈം സെല്ലിൽ പോവുകയും പരാതി അവിടെ കൊടുക്കുകയും ചെയ്തു, റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇന്നും ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും മുകേഷ് നായർ എനിക്കെതിരെ 2 കള്ളക്കേസ് കൊടുത്തേക്കണം. അവരുടെ കൂടുതൽ മുമ്പിൽ വെച്ചിട്ട് കള്ളക്കേസ് കൊടുക്കും. എന്നിട്ട് ഇതിനകത്ത് നടക്കാമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കേസിൽ ലാസ്റ്റ് പ്രതി നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ മുകേഷ് നായരല്ല, ഈ പരാതി കൊടുപ്പിച്ച ആ പെൺകുട്ടിയാണ്. അതിന്റെ സീരിയസ് മനസ്സിലാക്കാതെ മുകേഷ് നായർ വേണ്ടി ഇങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ച് മുമ്പിൽ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്റെ രണ്ടാമത്തെ അനുഭവമാണ് കേട്ടോ. അതെന്താവട്ടെ, അത് ഞാൻ നിയമപരമായിട്ട് തന്നെ ഡീൽ ചെയ്തോളാം. ഈ ഒരു ഇഷ്യൂ അഫക്റ്റഡ് ആയിട്ടുള്ള പെൺകുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. ഞാൻ മോർണിംഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നെ നോർമലി ഷൂട്ടിന് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പം ടീം ഔറ പ്രൊഡക്ഷന്റെ CEO അൻസി ആണ് എന്നെ വിളിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും കുറച്ച് മോഡൽസ് പറഞ്ഞു, പൂൾ സൈഡിലെ ഷൂട്ടാണ്, മുകേഷാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇയാളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. ഇയാളുടെ കോസ്റ്റ്യൂം എന്ന് പറയുമ്പോൾ അടി 2 പേര് കാണാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് മോഡൽസ് ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടുത്തെ പറയുകയും ചെയ്തു, ഇറങ്ങി പോകുന്ന ആർക്കും ഫോട്ടോസും പിക്കൊന്നും തരത്തില്ല എന്നുള്ളത്. പിന്നെ ഇങ്ങനെ ഷൂട്ടിന്റെ ഇടയിൽ ഈ ആൾ ബെഡിൽ കിടക്കുവാണ്. അപ്പം ആളുടെ കാലിന്റെ മേളിൽ കിടക്കാൻ പറഞ്ഞിരുന്നു. മോഡലിംഗ് എന്ന് പറയുന്ന മേഖല മോശപ്പെട്ട മേഖലയല്ല. അവർ മേഖലയോട് താല്പര്യം തോന്നിയ പെൺകുട്ടിയാണ് ഈ വ്യക്തിമായുള്ള ആൾ. അവൾ റോങ് ആയിട്ടുള്ള ഹാൻഡിൽ വന്ന് പെട്ടെന്നുള്ളതല്ലാതെ ആ കുഞ്ഞിനെ ഒരിക്കലും ആരും തെറി വിളിക്കാനോ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവൾ അങ്ങനെ പോയിട്ടുണ്ടല്ലോ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള യൂസിനും ഡ്രഗ്സ് വിൽക്കാനും ഇങ്ങനെയുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ യൂസ് ചെയ്യുന്ന പതിവ് കേരളത്തിൽ ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ഓക്കെ, ഇത് ആദ്യമായിട്ട് പറയുന്ന ആൾ ഞാനുമല്ല. ഈ ഒരു വ്ളോഗിംഗ് മേഖലയിൽ വന്നിട്ട് പലരും സഹായിക്കാൻ പോയിട്ട് അവസാനം പണി ഏറ്റുവാങ്ങുന്ന ഒരു ശൈലി എന്റെ ലൈഫിലുണ്ട്. ഇവിടെ അത് തുടരില്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അവൾക്ക് ഒരു കാര്യം ചോദിച്ചു, അവൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ, മോളെ മുകേഷ് നായർ ഇനി ലക്ഷക്കണക്കിന് രൂപ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോളി കേസിൽ നിന്ന് പിന്മാറും. ഒരിക്കലും ഇല്ല. ഇതിന്റെ പേരിൽ ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്, മെന്റലായാലും അല്ലാതെ തന്നെ. എനിക്ക് ഇതിന്റെ പേരിൽ കുറെ പ്രശ്നം വന്നിട്ടുണ്ട് ഈ വീഡിയോന്റെ പേരിലും അല്ലാണ്ട്. ഓക്കെ, ഇപ്പൊ ഈ കുട്ടിയെ ഞാൻ ഒരിക്കലും തെറ്റു പറയത്തില്ല. 18 വയസ്സ് തികയാത്ത കുട്ടിയാണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ തെറ്റു പറയാനും പറ്റത്തില്ല. പക്ഷെ അവിടെ മാതാപിതാക്കളെ ഞാൻ തെറ്റു പറയും. മടല് വെട്ടി അടിക്കാനേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ മല്ലു JD അണ്ണ ഈ പറയുന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നെണ്ണ നിങ്ങളൊന്ന് നനഞ്ഞു കുളിച്ച് കയറുന്നതായിരിക്കും അതിന്റെ ഒരു ശരി. എന്തായാലും കൊള്ളാം, കാണുമ്പോഴും കേൾക്കുമ്പോഴും പുതിയ പുതിയ കഥകളാണ്. നിങ്ങളെ പറ്റിയിട്ട് ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം തെറ്റുകാരെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ പിള്ളേരെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളുടെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഒരു റീല് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് തുറന്നു വിടുകയാണെങ്കിൽ അറിഞ്ഞുകൂടെ എന്താണ് ഇവിടെ നടന്നു പോകുന്നതെന്ന്. ഒരു പിടിയും കിട്ടുന്നില്ല. ആ കുട്ടി ആ റീലിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തുദ്ദേശത്തിലാണ് എന്ന് ഭയങ്കര ഒരു ഡിസ്കംഫർട്ട് സാധനമാണ് എനിക്ക് ഈ ഒരു കണ്ടന്റിൽ
നിൽക്കുന്നത്. പ്രത്യേകിച്ച് ആ കുട്ടിയെ കുറ്റം പറയാനും പറ്റത്തില്ല. 15 വയസ്സെന്നൊക്കെ പറയുമ്പോൾ കൊച്ചു കുട്ടിയാണ്. എന്തോ വശപ്പശക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. സീരിയൽ നടിയും മറ്റേ ഫ്രണ്ടും കൂടി വന്ന് പറയുന്നുണ്ട് അത് കല്യാണം കഴിഞ്ഞ കുട്ടിയാണെന്ന്. അങ്ങനെയൊക്കെയും പറയുന്നുണ്ട്. നമുക്കറിയത്തില്ല ഇതിന്റെ സത്യാവസ്ഥ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് പുതിയ വീഡിയോ ആയിട്ടാണ്.